അർജുൻ ഭഗവാൻ കൃഷ്ണനെ തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണന്റെ അപ്പുറത്തിരിക്കുന്ന യുധിഷ്ഠിരനെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, എന്റെ ഗാണ്ഡീവത്തെ കുറ്റം പറയുന്ന ആരായാലും അവരുടെ തലയിറക്കുമെന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അങ്ങയുടെ മുമ്പിൽ വെച്ചല്ലേ ഈ യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ എന്റെ ഗാണ്ഡീവത്തെ കളിയാക്കിയതും അത് ഗാണ്ഡീവം താഴെ വയ്ക്കാനും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആളുടെ തലയറുത്ത് എന്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കും. ഇതല്ലാതെ കേശവൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന, നീ എന്തുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ തെറ്റായിട്ടുള്ള ഒരു പരിണാമമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അവിടെ സത്യത്തെ പോലും ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ പറയുകയാണ്. അതായത് ഒരു വലിയൊരു ആപത്ത്, ആ സത്യം പറയുന്നതിലൂടെ വലിയൊരു ആപത്ത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ സത്യത്തെ പോലും ഉപേക്ഷിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സത്യം വലിയൊരു അസത്യമായിട്ട് മാറുകയാണ്. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഭഗവാൻ പറയുന്നു? ജീവനൊരു ആപത്ത് വരുമ്പോൾ സത്യം പറയണമെന്ന് നിർബന്ധമില്ല. ഒരു ബ്രാഹ്മണൻ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ, അതായത് സത്യം പറയുന്നതിലൂടെ ഒരു ബ്രാഹ്മണൻ ഒരു ആപത്ത് വരുവാണെങ്കിൽ അവിടെ സത്യം പറയണമെന്നില്ല. ഇനി അതുകൂടാതെ നമ്മുടെ എല്ലാ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് സത്യം പറയുന്നതിലൂടെ, എങ്കിൽ അവിടെയും സത്യം പറയണമെന്നില്ല. ആ സമയത്ത് അസത്യം പറയുകയാണെങ്കിൽ അത് പാപമല്ല എന്ന് ഭഗവാൻ പറയാം. എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നു, ഏത് സാഹചര്യമാണെങ്കിലും പാർത്ഥ, ഏറ്റവും വലിയ ധർമ്മം ഒരു ജീവജാലങ്ങളെയും കൊല്ലരുത് എന്നതാണ്. അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. പക്ഷെ ധർമ്മയുദ്ധത്തിൽ ആരെങ്കിലും കൊല്ലുന്നത് അത് വേറെയാണ്. അതുകൊണ്ട് നീ ഒരു പ്രതിജ്ഞ എടുത്തു എന്നതിന്റെ ഒറ്റ പേരിൽ നീ ധർമ്മത്തെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാതെ നിലനിർത്താൻ പറ്റുന്ന സത്യമാണ്, അതാണ് ഏറ്റവും വലിയ സത്യം. അല്ലാതെ പ്രതിജ്ഞ എടുത്തു എന്നതിന്റെ പേരിലല്ല, നല്ല വിദ്വാനായിട്ടുള്ള പരിചയസമ്പന്നതയുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതെല്ലാം ഞാൻ ഋഷിമാരിൽ നിന്ന് കേട്ടതാണ് പാർത്ഥ.